ഹായ് ഹലോ, നമ്മൾ ഇന്നൊരു ക്രിസ്മസ് ക്രാഫ്റ്റ് തന്നെയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനിതാ ഇവിടെ കുറച്ച് ഉരുളൻ കല്ലുകളാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ വെള്ളച്ചാട്ടമൊക്കെ കാണാൻ പോകുന്ന സമയത്ത് അവിടെ നിന്നൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്തിട്ടുള്ളതാണ്. കുറേ നല്ല ഭംഗിയുള്ളതുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് ഞാൻ ഓൾറെഡി നേരത്തെ കുറേ ക്രാഫ്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് 1-2 നല്ലൊരു ഫിനിഷിങ്ങുകളാണ്. അപ്പോൾ നമുക്കത് വെച്ചിട്ട് വളരെ ഈസി ആയിട്ടുള്ളൊരു ക്രിസ്മസ് ക്രാഫ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ഒരു സ്റ്റോൺ എടുത്തിട്ട് ഞാൻ വൈറ്റ് കളർ ആക്രിലിക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്തായിട്ട് ഞാനൊന്ന് റെഡ് കളർ പെയിൻറ്റ്, പിന്നെ വേറൊരെണ്ണം കൂടെ വൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഗ്രീൻ കളറ്. അപ്പോൾ അങ്ങനെ 4 കളറ് ഞാൻ പെയിൻറ്റ് ചെയ്തൊക്കെ റെഡിയാക്കി എടുത്തു. ഇനി നിങ്ങൾക്ക് വേറെ ഏത് കളറൊക്കെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനൊരു ക്രിസ്മസിൻ്റെ ആ ഒരു തീമിലായതുകൊണ്ട് ഇത്രയും പെയിൻറ്റ് ചെയ്ത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലൈറ്റിങ് ഭയങ്കര ഒരു ക്ലിയർ വരുന്നുണ്ടല്ലേ, ആ ഒരു വൈറ്റിൻ്റെ ഇതിൽ. ഞാൻ ടെറസിൻ്റെ മേലെ നിന്നിട്ട് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അത് ഭയങ്കര വെയിലായ സമയത്ത് വന്നിട്ടുള്ളതാണ്. പിന്നെ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് വൈറ്റ് കളർ പെയിൻറ്റ് തന്നെയാണ്. അപ്പോൾ എന്നിട്ട് ആ ഒരു റെഡ് കളർ നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിന് ശേഷം നമ്മളിതിലേക്കൊന്ന് ഇങ്ങനെ ഡിസൈൻ ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇതുപോലെ ഒരു പോയിൻറ്റഡ് ബ്രഷ് യൂസ് ചെയ്തിട്ട് നമ്മളിതിലേക്ക് സ്നോ ഫ്ലേക്സ് ആണ് ചെയ്ത് കൊടുക്കുന്നത്. ജസ്റ്റ് ഇതുപോലെ ആദ്യം വലിയൊരു പ്ലസ് പോലെ ചെയ്തെടുക്കുക. പിന്നെ അതിൻ്റെ അകത്തൊരു ഇൻറ്റു പോലെ, പിന്നെ ചുറ്റും ഇങ്ങനെ ഇതുപോലെ ഒരു വി ഷേപ്പിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ടൊന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ വളരെ ഈസി ആയിട്ടുള്ളൊരു സ്നോ ഫ്ലേക്സ് നമ്മളിതിലേക്ക് വരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ചുറ്റുമായിട്ട് ഞാൻ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഭംഗിയായിട്ടുണ്ടല്ലേ, ഒരു റെഡിലേക്ക് വൈറ്റ് കളറ്. അപ്പോൾ അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു സ്നോ ഫ്ലേക്സ് ആയിട്ട് ഞാൻ ഇതുപോലെ ചുറ്റും ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല രസമായിട്ട് തന്നെ കിട്ടിയില്ലേ ആ ഒരു ക്രിസ്മസ് തീമിലുള്ളത്. വേറെ 1-2 ചെയ്യുന്നത് ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇവിടെ ക്രിസ്മസ് ബെൽസ്, അതുപോലെ തന്നെ വെൽക്കം സാന്റ എന്ന് പറഞ്ഞിട്ടുള്ള 2 ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് വെച്ചിട്ട് നമ്മൾ ഓൾറെഡി ബോട്ടിലായിട്ടൊക്കെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ കുഞ്ഞു കുഞ്ഞ് പീസസ് ഡിസൈൻസൊക്കെ ഇങ്ങനെ ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഇതിലേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു കുഞ്ഞ് ക്രിസ്മസ് ട്രീ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തിട്ട് നമ്മളൊരു വൈറ്റ് കളർ പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന സ്റ്റോണിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് സ്റ്റോണിൻ്റെ മേലെ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറച്ച് റഫായിട്ടാണ് ഇരിക്കുക. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാനൊരു ഗോൾഡൻ കളർ സ്റ്റാർ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു ഡാർക്ക് ഗ്രീൻ പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ സ്റ്റോണിലേക്ക് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ അതുപോലെ ഈ ക്രിസ്മസിൻ്റെ പോയിൻസേഷ്യ ഫ്ലവേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ കുഞ്ഞു കുഞ്ഞു ഡിസൈനായിട്ട്. അപ്പോൾ അത് 1-2 കട്ട് ചെയ്തിട്ട് ഞാൻ വേറൊരു വൈറ്റ് കല്ലിലേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം അതുപോലെ ഒരു സ്പോഞ്ചും എടുത്തിട്ടുണ്ട്. എന്നിട്ട് സ്പോഞ്ച് നമ്മൾ വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് ഈ ഒരു ഡിസൈനിൻ്റെ മേലെ നന്നായിട്ടൊന്ന് ടാബ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് വെച്ചിട്ട് ഒരുപാട് ക്രാഫ്റ്റുകൾ ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഈസി ആയിട്ടത് യൂസ് ചെയ്യാനായിട്ട്. നമുക്ക് പ്രത്യേകിച്ച് ഒരു ഗ്ലൂ ഒന്നും ആവശ്യമില്ല അത് ഒട്ടിച്ചെടുക്കാനോ ഒന്നും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ടാബ് ചെയ്യുമ്പോൾ ആ ഒരു പേപ്പർ വെറ്റായിട്ട് ആ ഒരു ഡിസൈൻ ഇങ്ങനെ പുറത്തോട്ട് തെളിഞ്ഞ് വരും. അപ്പോൾ അതുവരെ നമ്മൾ ടാബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വെറ്റായതിന് ശേഷം ആ ഒരു വൈറ്റ് പേപ്പർ ഇതുപോലെ ജസ്റ്റ് ഒന്ന് സ്ലൈഡ് ചെയ്താൽ ആ ഒരു സ്റ്റിക്കറിൻ്റെ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു കല്ലിലേക്ക് വരും കേട്ടോ. പക്ഷേ ഇത് ഡാർക്ക് ഗ്രീൻ പെയിൻറ്റും പിന്നെ ഒരു ഗോൾഡൻ കളറും ആയിരുന്നില്ല. പക്ഷേ തീരെ അത് കാണുന്നില്ല കേട്ടോ, ഒരു ഭംഗിയില്ലാതായിപ്പോയി. പക്ഷേ നമ്മൾ ആ ഒരു പോയിൻസേഷ്യ ഫ്ലവർ ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല രസമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ആ ഒരു കുഞ്ഞി കല്ലിലേക്ക്. പിന്നെ അത് അടുത്തായിട്ട് നമ്മൾ ആ ഒരു ട്രീ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് ഇതുപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ലൈഡ് ചെയ്ത് കൊടുത്തപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആ ഒരു സ്റ്റോണിലേക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളൊരു സോഫ്റ്റ് ആയിട്ടൊരു ഡ്രൈ ആയിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ആ ഡിസൈനിൻ്റെ മേലെ ഒന്ന് അങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം ചെറിയൊരു കവറിങ് പോലുള്ളതാണ് ഒരു ഡിസൈൻ സ്റ്റിക്കർ ഉണ്ടാവട്ടെ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് പ്രസ്സായിട്ട് കിട്ടാനും ചുളിവൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ ആ ഒരു ഡാർക്ക് ഗ്രീനിലേക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ആ സ്റ്റാർ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പീൽ ചെയ്ത് നോക്കി. എന്നിട്ട് നമ്മളിത് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു വൈറ്റിലേക്ക്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടോ. അപ്പോൾ ഒരു ലൈറ്റ് കളറ് ബാക്ക്ഗ്രൗണ്ട് ചെയ്യാത്തതുകൊണ്ടാണ് അത്ര തെളിഞ്ഞ് കാണാത്തത്. ഞാൻ പക്ഷേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഗ്രീനിലേക്ക് നല്ല ഗോൾഡൻ കളറായിട്ട് വരുമെന്ന് കേട്ടോ. പക്ഷേ അതത്ര ഇതില്ലായിരുന്നു. വൈറ്റിലേക്കാകുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ തെളിഞ്ഞ് കാണുന്നുണ്ട്. ഞാൻ ആ സ്റ്റിക്കർ ചുമ്മാ വേസ്റ്റാക്കി കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ആ ഒരു ട്രീയുടെ സൈഡിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ ആ ഒരു ഗോൾഡൻ കളർ സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബേസ് കോട്ടായിട്ട് എപ്പോഴും ലൈറ്റ് ഷെയ്ഡ് യൂസ് ചെയ്യാൻ നോക്കുക. അപ്പോഴായിരിക്കും ഈ സ്റ്റിക്കറൊക്കെ നല്ലൊരു ഭംഗി ഉണ്ടാവട്ടെ. ഞാൻ ജസ്റ്റ് ആ ഒരു ക്രിസ്മസ് തീം ആയതുകൊണ്ട് ഡാർക്ക് ഗ്രീന് ചെയ്തതായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു ഗ്രീൻ സ്റ്റോൺ ഏതായാലും നമ്മൾ പെയിൻറ്റ് അടിച്ച് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തല്ലേ. അപ്പോൾ അതിലേക്ക് ഞാൻ ക്യാൻറ്റീൻ ക്യാൻ പോലെ ഡിസൈൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു യെല്ലോ കളറും പിന്നെ അതുപോലെ പിങ്കും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് വൈറ്റ് ചെയ്താൽ കുറച്ചുകൂടി ഒരു ഭംഗി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് ചെയ്തു. പക്ഷേ അത്ര ഒരു ഭംഗിയില്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് അത് മായച്ചു കേട്ടോ. പിന്നെ വേറെ കുറച്ച് വൈറ്റ് കളർ പെയിൻറ്റ് വെച്ചിട്ട് അതിലേക്ക് ഒരു കുഞ്ഞ് സ്നോമാൻ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് ശരിക്കും നല്ല റെഡ്, വൈറ്റ് അതുപോലെ ബ്ലാക്ക് ഈ 3 കളർ വെച്ചിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നല്ലൊരു ക്രിസ്മസ് തീമിൻ്റെ ഡിസൈനായിട്ട് കിട്ടുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ഡ്രൈ ചെയ്യാൻ ശേഷം ഇതിൽ കുറച്ച് വാർണിഷും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഗ്ലൈസിങ്ങും കിട്ടും, പിന്നെ നല്ലൊരു ഭംഗിയായിരിക്കും കാണാനായിട്ട്. അങ്ങനെ നമ്മൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തു.
അപ്പോൾ ചുമ്മാ കളയുന്ന മുറ്റത്തൊക്കെ നമ്മൾ വേസ്റ്റാക്കി കളയുന്ന കല്ല് വെച്ചിട്ട് നമ്മൾ വളരെ ഈസി ആയിട്ട് നല്ലൊരു ക്രിസ്മസ് ഡെക്കറേഷൻസാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെ കയ്യിൽ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ക്രിസ്മസ് തീമായിട്ട് ഡിസൈൻ ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ എനിക്ക് ബേസിക്കലി നല്ല ഇഷ്ടപ്പെട്ടു ആ ഒരു ക്രിസ്മസ് ട്രീ. പിന്നെ അതുപോലെ ഈ ഒരു 3 നല്ല ഭംഗിയുണ്ട്. ഗ്രീൻ എനിക്ക് അത്ര ബേസിക്കലി ഇഷ്ടപ്പെട്ടില്ല കേട്ടോ, എന്നാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതിൻ്റെ അടുത്തുള്ള ഒരു ഫ്ലവർ കോസ്റ്റേഴ്സിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുന്ന ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.